നമസ്കാരം. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, നമ്മളല്ല മക്കളെ തിരഞ്ഞെടുക്കുന്നത്. പുണ്യപ്രവൃത്തികൾ ചെയ്ത മാതാപിതാക്കളിലേക്ക് ഈശ്വരൻ തന്നെയാണ് ചില കുരുന്നുകളെ അയക്കുന്നത്. ജ്യോതിഷശാസ്ത്രപ്രകാരം ആകാശമണ്ഡലത്തിൽ 27 നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ സവിശേഷതകളും ഗുണങ്ങളുമുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങളുണ്ട്, അവർ ഈ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ ഒരു കൂട്ടം ഭാഗ്യങ്ങളുമായിട്ടാണ്. അവരുടെ കുഞ്ഞുപാദങ്ങൾ നമ്മുടെ ഉമ്മറപ്പടി കടന്നു വരുമ്പോൾ അതുവരെ അടഞ്ഞുകിടന്ന ഭാഗ്യത്തിൻ്റെ പല വാതിലുകളും താനേ തുറക്കപ്പെടും. മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ മാറും, കുടുംബത്തിലേക്ക് ഐശ്വര്യം വരും. നിങ്ങളുടെ വീട്ടിലും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച കുരുന്നുകളുണ്ടോ? നമുക്കൊന്ന് നോക്കാം. കുടുംബത്തിൻ്റെ വിളക്കായി മാറുന്ന ആ നക്ഷത്രങ്ങൾ. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് പൊതുവെ ശാഠ്യക്കാരെന്ന പേരുണ്ടാകും. ചിലപ്പോൾ അവർ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാകും. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു തരിമ്പ് പോലും കള്ളത്തരമില്ലാത്ത സ്നേഹം നിറഞ്ഞൊരു മനസ്സുണ്ടാകും. തൻ്റെ സാന്നിധ്യം കൊണ്ട് കുടുംബത്തിലെ വിഷമതകളെല്ലാം മാറ്റാൻ ഈ കുട്ടികൾക്ക് കഴിയും. ഇവരുടെ ജനനത്തോടെ മാതാപിതാക്കളുടെ പല തടസ്സങ്ങളും വഴിമാറുന്നത് നിങ്ങൾക്ക് നേരിട്ടനുഭവിക്കാം. മകയിരം. എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്നവരാണ് മകയിര നക്ഷത്രക്കാർ. ഈ കുട്ടികളുടെ ജനനശേഷമായിരിക്കും പല കുടുംബങ്ങളിലും പുതിയ വീട് വയ്ക്കാനോ നല്ലൊരു വാഹനം വാങ്ങാനോ ഒക്കെ സാധിക്കുന്നത്. തങ്ങളുടെ കുസൃതിയും കലിജിതികളും കൊണ്ട് മാതാപിതാക്കളുടെ മനസ്സ് നിറയ്ക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. പുണർത്തം. അമ്മേ, എനിക്കത് വേണം, വേണ്ട ഇതായാൽ മതി എന്ന് പറഞ്ഞ് എപ്പോഴും ചിന്തകളിൽ ചഞ്ചലരായിരിക്കുന്നവരാണ് പുണർത്തം നക്ഷത്രക്കാർ. എങ്കിലും മാതാപിതാക്കളുടെ വലിയൊരു പുണ്യം തന്നെയാണ് ഈ മക്കൾ. ഇവരുടെ ഭാഗ്യം കൊണ്ട് മാത്രം കുടുംബത്തിലേക്ക് വലിയ രീതിയിൽ ഐശ്വര്യവും സമാധാനവും കടന്നുവരും. ആയില്യം. പലരും ഭയത്തോടെ കാണുന്ന നക്ഷത്രമാണ് ആയില്യം. എന്നാൽ ജ്യോതിഷം പറയുന്നത് കേൾക്കൂ. ആയില്യം നക്ഷത്രമുള്ള കുട്ടിയൊരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ പല വഴികളിലൂടെ ധനവും സമൃദ്ധിയും വന്നുചേരും. മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനവും അന്തസ്സും നേടിക്കൊടുക്കാൻ ഈ മക്കൾക്ക് സാധിക്കും. മകം. കുടുംബത്തിന്റെ ഐശ്വര്യം ഇരട്ടിയാക്കുന്നവരാണ് മകം നക്ഷത്രക്കാർ. വളരെ ചെറുപ്പത്തിൽ തന്നെ കാര്യഗൗരവത്തോടെ സംസാരിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഈ കുട്ടികൾക്ക് സാധിക്കും. കുടുംബത്തെ താങ്ങി നിർത്തുന്ന വലിയൊരു തണലായി ഈ കുരുന്നുകൾ വളർന്നുവരും. ഉത്രം, അത്തം. മാതാപിതാക്കളുടെ തൊഴിൽ മേഖലയിൽ പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ചയ്ക്ക് കാരണം ഈ നക്ഷത്രക്കാരായ മക്കളുടെ ജനനമായിരിക്കും. അവർക്ക് സ്വന്തം ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുന്നതിനൊപ്പം തന്നെ അച്ഛനമ്മമാരുടെ കണ്ണീരപ്പാനും ഇവർക്ക് പ്രത്യേകമായൊരു കഴിവുണ്ടാകും. വിശാഖം, ചോതി, പൂരാടം. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും തളരാതെ മുന്നോട്ടു പോകാൻ ഈ കുട്ടികൾക്ക് ഈശ്വരൻ ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. തന്റെ കുടുംബത്തെ ഒരു കുറവും അറിയിക്കാതെ കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയും. കുടുംബത്തിന്റെ അഭിമാനമായി ഇവർ മാറും. ഉത്രാടം, തിരുവോണം, അവിട്ടം. ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യവുമായിട്ടാണ്. അച്ഛനമ്മമാർക്ക് വാർദ്ധക്യകാലത്ത് ഏറ്റവും വലിയ തുണയായി മാറുന്നത് ഈ മക്കളായിരിക്കും. ഇവരുടെ സാന്നിധ്യം കുടുംബത്തിന് നൽകുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. അച്ഛനമ്മമാരോട് ഒരു വാക്ക്. ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റ് നക്ഷത്രങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് ഭാഗ്യമില്ലേ എന്ന് ചോദിച്ചേക്കാം. ഒരിക്കലുമല്ല. എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ മാലാഖമാരാണ്. ജാതകത്തിലെ ചില ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാമെന്നേയുള്ളൂ. മക്കളെ സ്നേഹത്തോടെയും നല്ല സംസ്കാരത്തോടെയും വളർത്തുക. അതിനേക്കാൾ വലിയൊരു നക്ഷത്രഫലവും ഈ പ്രപഞ്ചത്തിലില്ല. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകട്ടെ. ലോകസമസ്ത സുഖിനോ ഭവന്തു.